നമ്മൾ ഈ തിരുവനന്തപുരത്തെ ഓണവിശേഷങ്ങളിലേക്ക് ഇതേ നേരെ പോവാണ്. പത്മനാഭന്റെ മണ്ണിൽ ആഘോഷം തകൃതിയാണ്. ക്ലബ്ബുകളുടെ അടക്ക നേതൃത്വത്തിൽ അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് സംഘങ്ങളുടെ ഓണാഘോഷം. തിരുവനന്തപുരം പെരുന്താനിയിൽ കൂറ്റൻ പൂക്കളമാണ് ഒരുങ്ങുന്നത്. പെരുന്താനി ബ്രദേഴ്സ് എന്ന സംഘമാണ് ഈ പൂക്കളം ഒരുക്കുന്നത്. ആ മനോഹരമായ പൂക്കളത്തിന് മുന്നിൽ നിന്ന് നമ്മുടെ സുന്ദരിക്കുട്ടി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സേതു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അഞ്ജു, എന്തുണ്ട്, ഏതുവരെയായി ഓണമൊക്കെ? തിരുവനന്തപുരത്തെ ഓണം ഏതുവരെയായി? സേതു, തിരുവനന്തപുരത്തെ ഓണം പൊടി പൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പെരുന്താനി ബ്രദേഴ്സിന്റെ പൂക്കളത്തിന്റെ മുന്നിലാണ്. ഇത് പൂക്കളം എന്ന് പറയുമ്പോൾ ഭീമൻ പൂക്കളമാണ്, ഒന്നൊന്നര പൂക്കളം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 15 ദിവസമായി ഇവിടെയുള്ള ഒരു കൂട്ടായ്മ, പെരുന്താനി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പൂക്കളത്തിന്റെ തൊട്ടു മുന്നിലാണുള്ളത്. ഇപ്പോഴും പൂർണ്ണമായും പൂക്കളം പൂർത്തിയായിട്ടില്ല. ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരിപ്പോ ഈ പൂക്കളം കംപ്ലീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇവിടെ പണികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ സേതുവിന് മനസ്സിലാകും എത്ര മനോഹരമായിട്ട്, എത്ര തരം പൂക്കൾ കൊണ്ടാണ് ഇവർ ഈ പൂക്കളം തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഏകദേശം 20-ൽ പരം പൂക്കളുണ്ട് ഈ പൂക്കളം തീർക്കാനായി ഇവർ ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി, ഏകദേശം 60-ൽ പരം ഈ മെമ്പർമാരുണ്ട് ഈ പെരുന്താനി ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും വലിയ പൂക്കളമാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം ഏത് തരത്തിലാണ് ഈ പൂക്കളമൊക്കെ ഒരുക്കുന്നത്, എത്ര ദിവസം എടുത്തിട്ടാണ് പൂക്കളമൊക്കെ ഒരുക്കുന്നതെന്ന്. ഇതിന്റെ പൂക്കളത്തിന്റെ പുറത്തേക്ക് നമുക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പെരുന്താനി ബ്രദേഴ്സിന്റെ തന്നെ ചേട്ടാ, എത്ര ദിവസം എടുത്തിട്ടാ ഈ 15 ദിവസത്തോളം എടുത്തിട്ടാണ് ഈ പൂക്കളം നിർമ്മിക്കുന്നത്. ഏകദേശം 50ഓളം ആൾക്കാർ ചേർന്ന്, അതിൽ തന്നെ ഏകദേശം ഒരു 30ഓളം ആർട്ടിസ്റ്റുകൾ ചേർന്നുകൊണ്ടാണ് പെരുന്താനി ബ്രദേഴ്സ് എന്നൊരു കൂട്ടായ്മയാണ് ഇത് ഒരുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമില്ല. പെരുന്താനി എന്നൊരു വികാരം, ബ്രദേഴ്സ് എന്നൊരു വികാരത്തിന്റെ പുറത്താണ് ഈ അത്തപ്പൂക്കളം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ ചേർന്ന് ഈ ഡിസൈനൊക്കെ തീരുമാനിക്കുകയും അത് പിന്നെ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ അതിനെ പൂകുത്തി എടുത്ത് മനോഹരമായി നിർമ്മിക്കുന്നതാണ് ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്നത്. 27 വർഷമായി ഞങ്ങളിത് നടത്തുന്നുണ്ട്, മനസ്സിലായി. 27 വർഷങ്ങൾ. ചാനലുകളൊക്കെ അടുത്ത 5-6 വർഷമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിന്ന് ഒത്തിരി ആൾക്കാർ ഇത് അറിഞ്ഞ് എത്തിച്ചേരുന്നുണ്ട്, മനസ്സിലായി. ഏകദേശം ഒരു 1 ലക്ഷത്തോളം ആൾക്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള വർഷങ്ങൾ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള. നല്ല തിരക്കായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസം. ഞങ്ങളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ലാസ്റ്റ് ഘട്ട വർക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15-20 ദിവസത്തെ ഉറക്കം ഒഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സെക്ഷനായിട്ടാണ് സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു സെക്ഷൻ. പിന്നെ ഇവരെല്ലാം ഒരു ആർട്ടിസ്റ്റുകൾ. ഞങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് മാത്രം മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ നിൽക്കുന്നവരാണ് ഓരോരുത്തരും. ഇതിൽ സർക്കാർ ജോലികളുണ്ട്, സാധാരണ കൂലിപ്പണിക്കാരുണ്ട്. എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ, പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമില്ലാത്ത ഒരു നല്ല കൂട്ടായ്മയിലൂടെയാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്. ജനങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു അത്തപ്പൂക്കളം കാണാനുള്ള അവസരമാണ് ഞങ്ങൾ തുറന്നിട്ട്. അതായത് സീതു, ഇതാ 3D പൂക്കളമാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് ദൃശ്യങ്ങൾ തന്നെ പറയും. ഞാൻ തന്നെ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ടി വരില്ല. വിവിധ തരം പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് 15 ദിവസം കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു പൂക്കളത്തിന് മുന്നിലാണുള്ളത്. പൂർണ്ണമായും തയ്യാറായിട്ടില്ല, ഇനിയും ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് ഈ പൂക്കളം പൂർണ്ണമായിട്ട് പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. എന്തായാലും നിരവധി ആളുകൾ ഈ പൂക്കളം തീർത്തതിന് പിന്നാലെ ഇതിനു മുന്നിൽ സെൽഫി എടുക്കാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പോകാനും ഒക്കെ ആളുകളുടെ ഒരു വലിയ തിരക്കായിരിക്കും ഇനിയിപ്പോൾ. അല്പസമയം കടന്നാൽ ഇവിടുന്ന് കാണാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൂക്കളം തീർത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും കാണാം. ഇവർ പറഞ്ഞതനുസരിച്ച് നിരവധി ആളുകൾ 15 ദിവസത്തെ ഉറക്കമൊഴിഞ്ഞ് ആ മനുഷ്യാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര മനോഹരമായിട്ട് ഇത്ര വലിയ പൂക്കളം തീർത്തിരിക്കുന്നത്. ഈ മനോഹരമായ പൂക്കളം തീർത്തിട്ട് വൈകുന്നേരം ഈ പൂക്കളം പൊളിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് തിരുവനന്തപുരത്ത്. അഞ്ജു, നാട്ടിലെ ഓണം മിസ് ചെയ്യുന്നുണ്ടോ? സേതു, നാട്ടിലെ ഓണം മിസ് ചെയ്യുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം ഇത് ചേല് ഒന്നുകൂടി കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയും ഓണത്തിന്റെ വൈബ് ചെറുതൊന്നുമല്ല, വലിയ തരത്തിലുള്ള വൈബ് തന്നെയാണ്. ഓക്കെ, ശരി അഞ്ജു. അപ്പോ ആവട്ടെ, എല്ലാം നടക്കട്ടെ. ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. അപ്പോ